ജനറലി നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ എല്ലാവരുടെയും ഒന്ന് കണ്ണ് തുറക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 160 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വ്യക്തി അവരുടെ എല്ലാവരും ചിന്തിക്കുക അല്ലെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഉള്ള ആളാണെങ്കിൽ എല്ലാവരും കരുതുന്നത് ഹൈറ്റ് -100 ആണ് നമുക്ക് ഐഡിയൽ വെയിറ്റ് എന്നാണ്. 175 സെൻറ്റിമീറ്റർ ഉള്ള ആൾ എനിക്ക് 75 കിലോ ആകാമല്ലോ എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ശരിക്കും 175 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് മാക്സിമം ആകാവുന്ന വെയിറ്റ് ആണ് അത്. അതും യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ. ഇന്ത്യൻസിൽ അതിലും കുറവായിരിക്കും. അതായത് ഇന്ത്യൻസിന് BMI 25 അല്ല 23 ആണ് മാക്സിമം ആകാവുന്നത്. ഈ 23 ആകുമ്പോഴേക്കും തന്നെ നമുക്ക് കുടവയറ് വെച്ചിട്ടുണ്ടാകും. അത് നമ്മുടെ ഒരു ജെനറ്റിക്സ് ആണ്. നമ്മൾ ശരിക്കും 100 ഹൈറ്റ് -110 ആണ്. 175 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് 65 കിലോ ആണ് നമുക്ക് ഐഡിയൽ ആയിട്ടുള്ളത്. ഈവൻ നമ്മളൊരു രോഗിയാണെങ്കിൽ പ്രത്യേകിച്ച് കുടവയറുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് 60ലേക്ക് കൊണ്ടുപോകുക. കുടവയറൊന്നുമില്ല, അതായത് നമ്മുടെ ഫാറ്റാണോ മസിലാണോ, മസിൽ ആൻഡ് ബോൺ മാസ് ആയിരിക്കണം. ഒരു ജെൻസിനാണെങ്കിൽ 85% മസിൽ ആൻഡ് ബോൺ ആയിരിക്കണം, മസിൽ ആൻഡ് നോൺ ഫാറ്റ്. 15% താഴെ ആയിരിക്കണം ഫാറ്റ് പെർസെൻറ്റേജ് വരുന്നത്. ആ പ്രൊപ്പോർഷനാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-20 വെയിറ്റ് കിലോ കൂടുതലുള്ള ആ കിലോ കൂടുതൽ മുഴുവൻ ഫാറ്റാന്ന് ഓർക്കണം. 20 കിലോ ഫാറ്റ് കൂടുതലുള്ള ഒരാളെയാണ് നോർമലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഒരു 30 കിലോ കൂടി കഴിയുമ്പോഴേക്കോ അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ മാക്സിമം ആകാവുന്നതിൻ്റെ ഒരു 20% കൂടി കൂടി കഴിഞ്ഞാൽ പോലും നമ്മളത് ഓവർ വെയിറ്റ് ആണെന്ന് അംഗീകരിക്കുന്നില്ല. ആ നമ്മളുടെ ബോഡിയിലെ ഈ ഫാറ്റ് മാസിനെ നമ്മളൊരു ഹോർമോണായിട്ടാണ്, നമ്മുടെ ഫാറ്റിൽ നിന്ന് കുറേ ഹോർമോൺസ് വരുന്നുണ്ട്. ലെപ്റ്റിൻ, അങ്ങനെ കുറച്ച് അധികമുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ കരുതും ബ്രെയിനാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ നേരെ ഇപ്പം കൂടുതൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് നമ്മുടെ ഈ ഫാറ്റിനകത്ത് നിന്ന് വരുന്ന ഹോർമോൺസ് പറയുന്നതനുസരിച്ചാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഫാറ്റിൻ്റെ അളവും കോമ്പോസിഷനും തെറ്റുമ്പം നമ്മളുടെ ബോഡിയിലെ എല്ലാ കെമിക്കൽ റിയാക്ഷൻസും തെറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ രോഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ മുതൽ എത്ര വെയിറ്റ് ആകാമെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് മാക്സിമം അല്ല മിനിമം എത്രയാണെന്നും ആ മാക്സിമത്തിനും മിനിമത്തിനും ഇടയ്ക്കുള്ള ഒരു മധ്യത്തിൽ നിൽക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ BMIയുടെ കാര്യത്തിലാണ് ഇന്ത്യൻസിന് മാക്സിമം ആകാവുന്നത് 23യും മിനിമം ആകാവുന്നത് 18 ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 20-21 നമ്മുടെ ഏജ് അനുസരിച്ച് 20-21-22 വരെ മാക്സിമത്തിൽ നിർത്താൻ നോക്കാം. അതിനെ നോർമലായിട്ട് സമൂഹം അവനോ മാത്രം അംഗീകരിച്ചാൽ പോരാ, വീട്ടുകാരും അംഗീകരിക്കണം, സമൂഹം കൂടെ അംഗീകരിക്കണം. അല്ലെങ്കിൽ പിന്നെയും ക്ഷീണിച്ചു പോയി എന്നും പറഞ്ഞ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും തെറ്റാൻ സാധ്യതയുണ്ട്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.